മലങ്കര കാതലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 1-2 പ്രാവശ്യം സ്ത്രീകളുടെ വശത്തു നിന്നാണ് കുടുംബത്തെ നോക്കിക്കാണുന്നതിന് ശ്രമിച്ചത്. എന്താണ് ഒരു സ്ത്രീ തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും അന്വേഷിക്കുന്നത് എന്നുള്ള അന്വേഷണമായിരുന്നു കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലൂടെ നടത്തിയത്. ഇന്ന് തീർത്തും വ്യത്യസ്തമായി എന്താണ് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ക്രമം നിറയുന്ന കുടുംബം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് എന്താണ് ഒരു പുരുഷൻ തൻ്റെ ജീവിത പങ്കാളിയിൽ അന്വേഷിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഉത്തമയായ ഭാര്യയെപ്പറ്റിയാണ് സുഭാഷിതങ്ങൾ 31 പറയുന്നത്. സുഭാഷിതങ്ങൾ 31, 11 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒരു ഉത്തമയായ ഭാര്യ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കുന്നെങ്കിൽ 6 കാര്യങ്ങളെങ്കിലും നമുക്കവിടെ കൃത്യമായിട്ട് കാണാം. 6 സവിശേഷതകൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് അവൾ വിശ്വസ്തയായിരുന്നു എന്നുള്ളതാണ്. ഉത്തമയായ ഭാര്യ വിശ്വസ്തയായിരിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവളുടെ ഭർത്താവിന് അവളെ പരിപൂർണമായിട്ടും വിശ്വസിക്കാനായിട്ട് സാധിക്കണം. ഇതാണ് ഒരു ജീവിത പങ്കാളിയിൽ ഒരു പുരുഷൻ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, അവൾ ഭർത്താവിൻ്റെ നേട്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്നവളായിരിക്കും. എല്ലാ അർത്ഥത്തിലും അവൻ്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും അവൻ്റെ ജീവിത പങ്കാളി. മൂന്നാമത്, അവൾ ചുറുചുറുക്കോടെ ജോലി ചെയ്യുന്നവളാണെന്നാണ് സുഭാഷിതങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അവൾ എനർജറ്റിക്കായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. നെറ്റി ചുളിക്കാതെ സന്തോഷത്തോടുകൂടി വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് വ്യാപരിക്കുന്ന ഒരു സ്ത്രീയെയാണ് സുഭാഷിതങ്ങളിൽ വിവരിക്കുന്നത്. നാലാമത്, കഴിവും അന്തസ്സുമുള്ളവളാണ് അവൾ. അന്തസ്സിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ് കഴിവ്. അന്തസ്സിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ് ബലം. ഒരു സ്ത്രീയുടെ കഴിവും ബലവും അവളുടെ ജീവിത അന്തസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അഞ്ചാമത്, അവൾ അതുകൊണ്ട് തന്നെ അവൾ ഒന്നിനെയും ഭയപ്പെടാത്തവളാണ്. നാളെയെ സംബന്ധിച്ച് ആശങ്കയില്ലാത്തവളാണ്. നാളെ നോക്കിക്കൊണ്ട് അവൾ ഭയമില്ലാതെ കണ്ട് പുഞ്ചിരിക്കും. ഏറ്റവും അവസാനം, അവൾ അതിശയിപ്പിക്കുന്ന കഴിവ് പ്രകടിപ്പിക്കുന്നവളാണ്. അവൾ അതിശയിപ്പിക്കുന്ന കഴിവ് പ്രകടിപ്പിക്കുന്നതാണ്. ഉത്തമയായ ഭാര്യയെപ്പറ്റി അവളുടെ ഭർത്താവ് അവളോട് പറയും, പല സ്ത്രീകളും തങ്ങളുടെ കഴിവ് വ്യക്തമാക്കിയിട്ടുണ്ട്, എന്നാൽ നീ അവരെല്ലാം അതിശയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്തരം ഒരു ജീവിത സാഹചര്യം ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരും ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ റോട്ടറി ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട് മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു വീട് സന്ദർശിക്കാനായിട്ട് ഇടയായി. ഞാൻ അവിടെ ചെല്ലുന്ന ഉടനെ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോവുക. അവിടെ ചെന്നപ്പോൾ ആ മുറ്റവും പരിസരങ്ങളുമെല്ലാം നന്നായിട്ട് ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഒരു കലാപരമായിട്ടുള്ള ക്രമീകരണം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ അല്പനേരം നിന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ആ പരിസരം മുഴുവനും ഹൃദ്യമായിട്ട് കാണുന്നതിന് തന്നെ ശ്രമിച്ചു. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോൾ കറുത്ത് മെലിഞ്ഞ ഒരു സ്ത്രീ വാതിൽ തുറന്നു. വളരെ തൂമന്നഹാസത്തോടുകൂടി ഹൃദ്യമായി പുഞ്ചിരിയോടുകൂടി അകത്തേക്ക് ക്ഷണിച്ചു. ഈ സ്ത്രീയുടെ ഭർത്താവും എന്നോടൊപ്പം ഉണ്ട്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കാണ് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു വീട്. പഴയ കാലത്തെ ഫർണിച്ചറൊക്കെയാണ്, പക്ഷേ അതിൽ വിരിച്ചിരിക്കുന്ന കുഷ്യനും അതിൽ നിരത്തിയിട്ടിരിക്കുന്ന കുഷ്യനും മറ്റ് വിരികളും
എല്ലാം എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് മുറിക്കുള്ളിലെ ക്രമീകരണങ്ങൾ മുഴുവനും ആര് കണ്ടാലും അത്ഭുതപ്പെടുമാറ്, ആര് കണ്ടാലും ആകർഷിക്കപ്പെടുമാറ് മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ ഭർത്താവ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സർ ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജ് കാണിച്ചു. ഫ്രിഡ്ജിൻ്റെ കവറ് മുഴുവനും. എന്നിട്ട് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഇത് മുഴുവനും ഇവൾ തന്നെ എംബ്രോയ്ഡറി ചെയ്തതാണെന്ന്. ഭിത്തിയിൽ തൂങ്ങുന്ന പെയിൻറ്റിങ്ങിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ എൻ്റെ ഭാര്യ അതിസമർത്ഥയാണെന്ന്. വാസ്തവത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രായമുള്ള എൻ്റെ 10, 65, 70 വയസ്സുള്ള ഈ സ്ത്രീ ഇത്രയും ഭംഗിയായിട്ട് വീട് ക്രമീകരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ തോന്നി, വാസ്തവത്തിൽ സൗന്ദര്യത്തിൻ്റെ അർത്ഥം വെളുപ്പ് നിറമോ മറ്റാകാര വടിവോ ഒന്നുമല്ല. അതിനപ്പുറത്ത് ഹൃദ്യമാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. വാസ്തവത്തിൽ ഇത്തരം ചില സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിത പരിസരത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മനുഷ്യന് സൗന്ദര്യമുണ്ടാക്കുന്നത്, വീടിന് ഭംഗി കൊടുക്കുന്നത്, വീടിൻ്റെ ആനന്ദത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പുറമേ കാണുന്ന സൗന്ദര്യത്തിനും പുറമേ കാണുന്ന ആകർഷണങ്ങൾക്കപ്പുറത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പൂനിലാവ് പോലെ ചിരിച്ച് മനോഹരമായി ക്രമീകരിക്കുന്ന ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ മറ്റൊരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം വൈകിട്ട് മറ്റൊരു മനുഷ്യൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ കണ്ടത് അയാളുടെ അമ്മ കണ്ണ് നനഞ്ഞിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. അവർ തുണികൾ മടക്കി വയ്ക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, അമ്മ എന്താ സംഭവിച്ചത്? എന്തിനാ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അവരൊന്നും മിണ്ടിയില്ല. ഈ മനുഷ്യന് അവിടെ പരിചിതമല്ലാത്ത ഒരു സാഹചര്യം പോലെ തോന്നി. അങ്ങനെ അസ്വസ്ഥതയുടെയോ കരച്ചിലിൻ്റെയോ കണ്ണീരിൻ്റെയോ ആവശ്യമില്ലാത്ത ഒരു കുടുംബ അന്തരീക്ഷത്തിൽ അമ്മേൻ്റെ കണ്ണെന്തിനാണ് നനഞ്ഞിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തി. അയാൾ വീണ്ടും വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് കാര്യം? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ്? വളരെ ചെറിയ പുഞ്ചിരിയോട് കുസൃതിയോടുകൂടി അവർ പറഞ്ഞു, നീ പോടാ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അയാൾക്ക് പിന്തിരിയാൻ പറ്റിയില്ല. വീണ്ടും നിർബന്ധിച്ചു. ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി, ഇന്ന് രാവിലെ എൻ്റെ മകൾ എന്ന് പറയുന്നത് അവരുടെ മരുമകളെ പറ്റിയാണ് അവർ പറയുക, അല്ലാതെ അവർ തൻ്റെ മരുമകളെ അഭിസംബോധന ചെയ്യില്ല. എൻ്റെ മകൾ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മ, എൻ്റെ ഈ കൊച്ചു കുഞ്ഞില്ലേ, അവനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നറിയാമോ? അമ്മ എത്ര ഹൃദ്യമായിട്ട്, എത്ര വലുതായിട്ടാണ് അമ്മയുടെ മകനെ സ്നേഹിച്ച് വളർത്തിയത്. അമ്മയുടെ മകൻ്റെ നന്മയും സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യവും അറിവിൻ്റെ ആഴവും ഇത് മുഴുവനും നിങ്ങളുടേതാണ്. എന്നിട്ടും ഒരു മടിയും കൂടാതെ ആ മനുഷ്യനെ പൂർണ്ണമായിട്ടും നിങ്ങൾ എനിക്കായിട്ട് തന്നില്ലേ? ഞാൻ എന്താണ് നിങ്ങൾക്ക് തിരിച്ചതിന് പകരം തരിക? എനിക്കറിയാം, ഒന്നും തിരിച്ചു തന്നാൽ ആ കടം വീട്ടാനാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അവരുടെ 2 കവിളുകളും ചുംബിച്ചു. കണ്ണ് നിറഞ്ഞൊഴുകുന്ന അമ്മയുടെ കണ്ണീർ തുടച്ചിട്ട് വീണ്ടും ഒന്ന് ആലിംഗനം ചെയ്തിട്ടാണ് അവരുടെ മകൾ ഇന്ന് ഓഫീസിലേക്ക് പോയത് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും വീണ്ടും കണ്ണിലൂടെ ധാരധാരിയായി കണ്ണീരൊഴുകി. സ്നേഹത്തിൻ്റെ, സംതൃപ്തിയുടെ, വലിയ സന്തോഷത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ അമ്മ ആ വീട്ടിൽ ഒന്നും പിടിച്ചടക്കിയില്ല, ആരെയും ശിക്ഷിക്കാൻ നിന്നില്ല, ആരെയും വരുതിയിൽ നിർത്താനും മര്യാദ പഠിപ്പിക്കാനും നിന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഇത്രയും ദുർബലയായിട്ടുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, വിട്ടുകൊടുക്കാൻ മാത്രം അറിയാവുന്ന സാധാരണ സ്ത്രീകളാണ് നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തെ ഹൃദ്യമാക്കുന്നതും പരിപൂർണമാക്കുന്നതും സന്തോഷത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീയിൽ നിന്നും, എന്താണ് മകളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, അമ്മയിൽ നിന്ന് ഒരു പുരുഷൻ അന്വേഷിക്കുന്നത് എന്താണ്? ഹൃദ്യമായ കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് സാമർഥ്യമില്ലാത്ത, നന്മ മാത്രം കൈമുതലായിട്ടുള്ള, എല്ലാം വിട്ടുകൊടുക്കുന്നതിന് സന്മനസ്സുള്ള, സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നതിന് സന്തോഷം കണ്ടെത്തുന്നതിന് കഴിയുന്ന സ്ത്രീകളെയാണ് ഏത് പുരുഷനും അന്വേഷിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ
ധാരാളം വിധത്തിലുള്ള സ്ത്രീകളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ പുരുഷന്മാരെ ഉപദേശിച്ച് ശരിയാക്കാനായിട്ട് നടക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. നിരന്തരമായി കുറ്റം പറഞ്ഞു നടക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവർ കുറ്റം പറയുന്നത് ഭർത്താവിനോട് വിരോധമുള്ളത് കൊണ്ടോ വൈരാഗ്യമുള്ളത് കൊണ്ടോ അല്ല. ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കി എടുക്കണം എന്നുള്ള വലിയ നിർബന്ധത്തിലാണ് ഈ സ്ത്രീ നിരന്തരമായിട്ട് ഈ മനുഷ്യനെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ നാം തിരിച്ചറിയണം, കുറ്റപ്പെടുത്തുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കുറ്റപ്പെടുത്തൽ ഇഷ്ടപ്പെടില്ല. പുരുഷൻ അത് അല്പം പോലും എടുക്കില്ല. അവൻ അല്പം പോലും എടുക്കാത്തതിന് കാരണം അവൻ പുരുഷനായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പുരുഷനെ വിമർശിക്കുന്നത്, നിങ്ങൾ തമാശയായിട്ട് പോലും അയാളെ വിമർശിക്കുന്നത്, തമാശയായിട്ട് പോലും കുറ്റം പറയുന്നത് അയാൾക്ക് അയാളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ട്, പുരുഷനായിരിക്കുന്ന സവിശേഷത കൊണ്ട് തന്നെ അത് സ്വീകാര്യമാവില്ല. അതുകൊണ്ട് പുരുഷനെ കുറ്റം പറഞ്ഞ് ശരിയാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ നിരന്തരമായി കുറ്റപ്പെടുത്തി നടക്കുന്ന ഒരു സ്ത്രീയെ അല്ല ഒരു പുരുഷൻ അന്വേഷിക്കുക. മറിച്ച് ഏറെ സ്നേഹത്തോടുകൂടി ചേർന്ന് നിന്ന് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു കഴിയുമ്പോഴാണ് അയാളുടെ ജീവിതത്തിലും ഈ കുടുംബത്തിൻ്റെ പൊതു ക്രമീകരണത്തിലും വലിയ വ്യത്യാസം ഉണ്ടാവുക. ഭർത്താവിനെ പറ്റി കുടുംബത്തിനകത്ത് മാത്രമല്ല, കുടുംബത്തിന് പുറത്ത്, സുഹൃത്ത് വലയങ്ങളിൽ, മറ്റ് ബന്ധുവീടുകളിൽ, കല്യാണത്തിൻ്റെ സദ്യ സ്വീകരണ സമയങ്ങളിൽ, മറ്റ് വിരുന്ന് വരികയും പോവുകയും ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നിരന്തരമായി പുറകെ നടന്ന് കുറ്റപ്പെടുത്തുന്ന, അയാളുടെ കുറ്റം മാത്രം പറയുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത്തരം ഒരു സ്ത്രീയെ ആവില്ല ഒരു പുരുഷൻ കൃപ നിറയുന്ന കുടുംബം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക, ആഗ്രഹിക്കുക. രണ്ടാമത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വലിയൊരു വ്യത്യാസം, വൈവിധ്യം നാം തിരിച്ചറിയണം. അവൻ്റെ ചില സവിശേഷതകളും പെരുമാറ്റ രീതികളും ഈ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെയാണ്, സ്ത്രീ സ്ത്രീയായിരിക്കുകയും പുരുഷൻ പുരുഷനായിരിക്കുകയും ചെയ്യുന്ന വ്യത്യാസം കൊണ്ട് തന്നെ രണ്ടുപേരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പല കുറ്റപ്പെടുത്തലുകൾക്കും അർത്ഥമില്ല എന്ന് നാം മനസ്സിലാക്കുക. നിങ്ങൾ നോക്കുക, പുരുഷന് വളരെ ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നതിന് സാധിക്കും, ടണൽ വിഷനാണ്. പക്ഷെ അവൻ ഇരിക്കുന്ന ചുറ്റുപാടുകൾ അവൻ അത്രയും കാണില്ല, മനസ്സിലാക്കത്തില്ല. സ്ത്രീക്ക് നേരെ വിപരീതമായി അവളുടെ ചുറ്റുപാടുകൾ വളരെ കൃത്യമായിട്ട് അറിയാം, ദൂരെയുള്ളത് അത്ര കൃത്യമായിട്ട് അവൾ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയുള്ളുക, സാധാരണ പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരുടെ ജീവിത പങ്കാളിയുടെ കമ്മലിൻ്റെ ഫാഷൻ എന്താണെന്ന് അറിയത്തില്ല. സാധാരണ പുരുഷന്മാർക്ക് അവരുടെ ജീവിത പങ്കാളിയുടെ ചെരുപ്പ് ഏതാണെന്ന് അറിയത്തില്ല. മാലയുടെ ഫാഷൻ പലപ്പോഴും അറിയത്തില്ല. കണ്ടുമുട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊക്കെ സത്യമാണ്. അവരിതൊക്കെ കാണുമ്പോഴും ചുറ്റുപാടുള്ള ഏറ്റവും അടുത്തുള്ള പരിസരങ്ങളെ സംബന്ധിച്ച് അധികം ശ്രദ്ധിക്കത്തില്ല എന്നുള്ളത് പുരുഷൻ്റെ ഒരു സവിശേഷതയാണ്. രണ്ടാമത് പുരുഷൻ്റെ മറ്റൊരു സവിശേഷത, സ്ത്രീയും പുരുഷനുമായി വേർതിരിക്കുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത്, പുരുഷൻ സംസാരിക്കുന്നത് ആലോചിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. സ്ത്രീ അങ്ങനെയല്ല, ആലോചിക്കാതെ പറഞ്ഞു കളയും, ശ്രദ്ധയില്ലാതെ വാവിട്ട് പറഞ്ഞു കളയും. അതുകൊണ്ടാണ് പലപ്പോഴും പല രഹസ്യങ്ങളും സ്ത്രീകളോട് പറയരുത്, അത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ സ്ത്രീകൾക്ക് അത്ര സാധിക്കത്തില്ല എന്നൊക്കെയുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനം സ്ത്രീ സഹജമായിട്ടുള്ള ഈ സവിശേഷതയാണ്. കാരണം അവൾ സംസാരിക്കുന്നത് ആലോചിക്കാതെയാണ്. പുരുഷൻ സംസാരിക്കുന്നത് ആലോചിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പുരുഷൻ്റെ മറ്റൊരു സവിശേഷത പറയുന്നത് അവൻ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവനാണ്. പക്ഷെ സ്ത്രീ വളരെ ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചിന്തയില്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് പല അവസരങ്ങളും പറഞ്ഞുപോയ കുഴപ്പങ്ങൾ കൊണ്ടും വരുത്തിവെച്ച വിനകൾ കൊണ്ടും കൗൺസിലിങ്ങിന് ഏറ്റവും കൂടുതൽ കൗൺസിലേഴ്സിനെ സമീപിക്കുന്നത് സ്ത്രീകളാണ്. ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന സവിശേഷത കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ജയിലുകൾ മുഴുവൻ നോക്കുന്നെങ്കിൽ, പോലീസ് കേസുകൾ നോക്കുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ ഇടപെട്ടിരിക്കുന്ന സ്ത്രീകളല്ല പുരുഷന്മാരാണ്. കാരണം ചിന്തയില്ലാതെ അവൻ പ്രവർത്തിക്കും. ഇതവൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ സ്ത്രീക്കും പുരുഷനും തമ്മിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു ചിന്തയിലേക്ക് നാം വരുന്നത്.
പലപ്പോഴും പുരുഷനെ ഉദ്ദീപിപ്പിക്കുന്നത്, അവനെ ആകർഷിക്കുന്നത് കാഴ്ചകളാണ്. ഒരു കാഴ്ച അവന് വലിയ സന്തോഷം നൽകും. ഒരുപക്ഷെ ഏത് പ്രായത്തിലുള്ള പുരുഷനും സൗന്ദര്യമുള്ള സ്ത്രീയെ കാണുമ്പോഴേക്കും അറിയാതെ നോക്കിപ്പോകുന്നത് ഈ കാഴ്ചയോടുള്ള പുരുഷൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ആകർഷണം കൊണ്ടാണ്. സ്ത്രീ അവളെ സ്പർശിക്കുമ്പോഴാണ് അവൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുക, കാഴ്ചയിലല്ല. സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ്, സംസാരം കേൾക്കുവാൻ ഒരാളെ കിട്ടുമ്പോഴാണ് അവൾ കൂടുതൽ സന്തുഷ്ടിയാവുക. അതുകൊണ്ട് ഇങ്ങനെ ചില സവിശേഷതകൾ സ്ത്രീക്കും പുരുഷനുമുള്ളതുകൊണ്ട്, പുരുഷനെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട്, അവനെ ഈ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട്, കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളികളുടെ അടുപ്പത്തിൽ നിന്നും അവനെ അകറ്റിക്കളയാം എന്നുള്ളതല്ലാതെ കുടുംബത്തിന് ശാശ്വതമായ സമാധാനം ഉണ്ടാക്കുക തീർച്ചയായിട്ടും പ്രയാസമുണ്ടാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എക്സംഷൻ കേസസ് ഉണ്ട്. പക്ഷേ പൊതുവിൽ നാം നോക്കുന്നെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ഇത് വളരെ സത്യമാണ് എന്ന് നമുക്ക് കാണാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ജീവിതത്തിൽ പുരുഷൻ അന്വേഷിക്കുന്നത്? പുരുഷൻ അന്വേഷിക്കുന്നത് ജീവിത വിജയത്തിനുള്ള സാധ്യതയാണ്. സക്സസ് ആണ് അവന് വേണ്ടത്. ജീവിതത്തിൽ വിജയം വരിക്കുന്നതിന് ആരവനെ പിന്തുണയ്ക്കുമോ അവരുടെ കൂടെ അവൻ ചേർന്ന് നിൽക്കും. അവൻ്റെ അമ്മ അവനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അവൻ അമ്മയോട് ചേർന്ന് നിൽക്കും. ജീവിത പങ്കാളി അവൻ്റെ ഭാര്യ അവനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, അവനെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ, അവൻ്റെ ജീവിത വിജയത്തിന് കൂട്ടായി നിൽക്കുമെങ്കിൽ അവളോട് ചേർന്ന് നിൽക്കും. അയൽവക്കത്തെ സ്ത്രീയാണ് അവനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ, ഓഫീസിലെ സഹപ്രവർത്തകയാണ് അവനെ പിന്തുണയ്ക്കുന്നതെന്ന് വരികിൽ, കൂടെ പഠിച്ചൊരു പെൺകുട്ടിയാണ് അവനെ പിന്തുണയ്ക്കുന്നത് വരികിൽ, നീ സൂപ്പറാണടാ, നിനക്കിത് പറ്റും, നിനക്കത് സാധിക്കും എന്ന് നിരന്തരമായി പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവൻ അവളോട് ചേർന്ന് നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സാധാരണ ബിസിനസ് ടൂറുകൾക്കൊക്കെ പോയിട്ട് മടങ്ങി വരുമ്പോൾ സാരി വാങ്ങിക്കുമ്പോൾ മറ്റ് ലൈംഗികമായ ഒരു ആകർഷണം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഭാര്യയ്ക്ക് വാങ്ങിക്കുന്നതിനേക്കാളും വില കൂടിയ സാരി സെക്രട്ടറിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അതിന് കാരണം ഈ പ്രോത്സാഹനമാണ്. കാരണം അവൻ്റെ ജീവിത വിജയത്തിന് ആര് താങ്ങായിട്ട് നിൽക്കുമോ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് പുരുഷൻ്റെ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ്, രീതിയാണ്. അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ സാധിക്കുക? തങ്ങളുടെ ജീവിത പങ്കാളിയെ അവൻ്റെ ജീവിത വിജയത്തിന് നിരന്തരമായി പ്രോത്സാഹിപ്പിക്കാനും ഏത് സാഹചര്യത്തിലും കൂടെ നിന്ന് ശക്തിപ്പെടുത്തുവാനും പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പുരുഷൻ തൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. മറ്റൊരു സവിശേഷത, ഈ പുരുഷൻ്റെ പുറകെ നടക്കുന്ന സ്ത്രീകളുണ്ട്. എനിക്ക് പല പുരുഷന്മാരുടെയും പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടറിയാം. സ്ത്രീ പുറകെ നടക്കുക 2 കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കാം. ഒന്ന്, സ്ത്രീക്ക് പുരുഷനോടുള്ള വലിയ സ്നേഹം കൊണ്ട് പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത് കൊണ്ട്, ഇപ്പോഴെവിടെയാണ് എന്ത് സംഭവിച്ചെന്നുള്ള ഒരു ജിജ്ഞാസ ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിൽ ചെല്ലുന്നതിനകം 10 പ്രാവശ്യം വിളിക്കും. എവിടെയായി, എന്തുണ്ട്, എന്താ വിശേഷം, ഇപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ഈ മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായി വിശ്വാസമില്ലെങ്കിൽ ഇത് സംഭവിക്കും. നിരന്തരമായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പുറകെ നടന്ന് അന്വേഷിക്കുന്നത് അരോചകമുണ്ടാക്കും എന്ന് നാം തിരിച്ചറിയണം. അവൻ്റെ പുറകെ നടക്കുന്ന ഒരു സ്ത്രീയെ അല്ല അവൻ പ്രതീക്ഷിക്കുന്നത്. അവൻ്റെ പുറകെ നടക്കുന്ന ജീവിത പങ്കാളിയല്ല അവൻ പ്രതീക്ഷിക്കുക. അവന് ആവശ്യമായിട്ടുള്ള ബന്ധത്തിൽ അവന് ആവശ്യമുള്ള സ്വാതന്ത്ര്യവും അവന് ആവശ്യമായ അവൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആണ് തീർച്ചയായിട്ടും അവളുടെ വളർച്ചയ്ക്ക് സഹായകമാവുക. ചില സ്ത്രീകളുണ്ട്, ഈ 10 പ്രാവശ്യം വിളിച്ച് ഏതെങ്കിലും ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഉടനെ അയാളുടെ മേലുദ്യോഗസ്ഥനെ വിളിക്കും. ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ആ ഓഫീസിലുള്ള മുഴുവൻ പേരെയും ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വെച്ചിട്ട് വിളിക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ പുരുഷനെ കുറച്ചുകൂടെ അകറ്റിക്കളയും എന്നുള്ളതല്ലാതെ സ്ത്രീയോട് ചേർത്ത് നിർത്തുന്നത് സഹായിക്കത്തില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറയുന്നത്, പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഷെയിമാണ്. അവൻ ലജ്ജ ഉണ്ടാക്കുന്ന ഏത് സാഹചര്യം ആര് ഉണ്ടാക്കുന്നുവോ, അവനെ ചെറുതാക്കി കാണിക്കുന്ന ഏത് സാഹചര്യം ആരുണ്ടാക്കുന്നുവോ അവരിൽ നിന്ന് അകന്നു പോകും എന്ന കാര്യത്തിൽ നാം സംശയിക്കേണ്ട.
അതുകൊണ്ട് അവന് ലജ്ജ ഉണ്ടാകാതിരിക്കുന്നതിന്, അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, അവന് വളർച്ച ഉണ്ടാകുന്നതിന്, എല്ലാ പ്രതിസന്ധികളിലും സാഹചര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരാളായി ജീവിത പങ്കാളി മാറുമ്പോഴാണ് ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവുക. മറ്റൊരു അന്വേഷണം പുരുഷനെ സംബന്ധിച്ച്, സ്ത്രീയെ അന്വേഷിക്കുന്ന ഉടനെ അവൻ അന്വേഷിക്കുന്നത് അവന് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാ സമയത്തും അവന് നിർബന്ധിക്കാതെ, സാധാരണ നിർബന്ധപൂർവ്വം ചില കാര്യങ്ങൾ പുറകെ നടന്ന് പറയുന്നവരുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ച് ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനപ്പുറത്ത് അവൻ്റെ കാര്യം ചെയ്യുന്നില്ല എന്ന് വരികിൽ അതിന് നിയതമായിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ട് എന്ന തിരിച്ചറിവിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം നിരന്തരമായി പുറകെ നടന്ന് അവനോട് അലോസരമുണ്ടാക്കുന്ന, തോരാത്ത മഴ പോലെ നിരന്തരമായി വീട്ടിൽ കലഹമുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും കൃപ നിറയുന്ന കുടുംബങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: വ്യക്തിബന്ധങ്ങളിൽ സമൃദ്ധമായിട്ട് കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കണം. വിവാഹ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് തിരിഞ്ഞു നിന്ന് അന്വേഷിക്കുകയാണ്, ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി എന്ന് അന്വേഷിക്കുന്നത് സ്വാർത്ഥതയുടെ തലത്തിലല്ലാതെ കണ്ട് നമുക്ക് അന്വേഷിക്കാനാവില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിവാഹബന്ധം കൊണ്ട് എനിക്ക് എന്താണ് ലഭിച്ചത് എന്ന് അന്വേഷിക്കുന്നത് സ്വാർത്ഥതയുടെ തലത്തിൽ മാത്രമാണ് സാധിക്കുക. രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, എന്നോട് സ്നേഹമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഞാനും സ്നേഹമായിട്ട് പെരുമാറും. ഒരു റെസിപ്രോക്കൽ ബന്ധമായിട്ട് അതിനെ മാറ്റും. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നോട് സംസാരിക്കട്ടെ, അപ്പോൾ ഞാനും സംസാരിക്കും. എന്നോട് ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ കൊടുക്കും. ഇങ്ങനെ പറയുന്ന റെസിപ്രോക്കലായിട്ടുള്ള, ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. മൂന്നാമത്, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുക മാത്രം ചെയ്യുന്ന ബന്ധങ്ങളുണ്ട്. അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിലും അങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങോട്ട് ഹൃദ്യമായി പെരുമാറിയില്ലെങ്കിലും അങ്ങോട്ട് ഹൃദ്യമായി പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു. വീടിൻ്റെ ഉത്തരവാദിത്വം ജീവിത പങ്കാളിൽ ഒരാൾ കാര്യമായിട്ട് നിർവഹിക്കുന്നില്ലെന്ന് വരികയും അങ്ങോട്ട് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രമമാണ് കുടുംബത്തെ കുറെക്കൂടെ സമ്പന്നമാക്കുന്നത്, മെച്ചപ്പെടുത്തുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ ജീവിത പങ്കാളിക്ക് കുറ്റബോധം പോലും ഉണ്ടാകത്തക്ക വിധത്തിൽ ഔദാര്യത്തോട് കൊടുക്കുമ്പോഴാണ് തിരിച്ച് ഈ കുടുംബത്തിന് ഉത്തരവാദിത്തത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാതിരിക്കാൻ തരമില്ലാത്ത വണ്ണം നിർബന്ധിക്കപ്പെടുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു വലിയ വ്യത്യാസം നാം ഉണ്ടാക്കണം. പുരുഷൻ അന്വേഷിക്കുന്ന സ്ത്രീ ആയിത്തീരാൻ, അവൻ്റെ പരാജയത്തിന് ഒരിക്കലും പങ്കുവഹിക്കാത്ത, അവൻ്റെ പരാജയത്തിന് ഒരിക്കലും ഇടകൊരുക്കാത്ത, അവൻ്റെ ക്ഷീണം ഉണ്ടാകുന്ന, അവന് ലജ്ജ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ സൂക്ഷിക്കത്തക്ക വിധത്തിൽ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പുരുഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ എനർജറ്റിക്കായി നമുക്ക് ക്ഷീണമുണ്ടാവും. പക്ഷെ ക്ഷീണത്തിനപ്പുറം നമ്മുടെ ക്ഷീണവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഉന്മേഷവും ഒക്കെ തീരുമാനിക്കപ്പെടുക നമ്മുടെ മാനസികാവസ്ഥയാണ്. ഒരു സ്ത്രീ വളരെ ക്ഷീണിതയായി കിടക്കുന്ന സമയത്തും അവൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് വരികിൽ ക്ഷീണം വിട്ട് എഴുന്നേൽക്കും. യാത്ര ഇഷ്ടമാണെന്ന് വരികിൽ വളരെ പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ പോലും ടൂറിന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി എഴുന്നേൽക്കും. അതുകൊണ്ട് പലപ്പോഴും ക്ഷീണം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക മാനസിക വ്യാപാരത്തിൻ്റെ പ്രതിഫലനമാണ്. വളരെ എനർജറ്റിക്കായി ഉന്മേഷത്തോടു കൂടി വീടിൻ്റെ ഓരോ ജോലി ചെയ്യുന്നതും നെറ്റിച്ചുളിക്കാതെ വളരെ ഭംഗിയായി ചെയ്യുന്നതിന്, ഉന്മേഷത്തോടു കൂടി ചെയ്യുന്നതിന്, താല്പര്യപൂർവ്വം ചെയ്യുന്നതിന് സ്ത്രീ തയ്യാറാകുമ്പോഴാണ് ഒരു പുരുഷൻ തീർച്ചയായിട്ടും സന്തുഷ്ടമായിരിക്കുക. ഈ ഒരു പ്രക്രിയയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിലേക്ക് കടക്കരുതെന്നുള്ളതാണ്. മിക്ക കുടുംബങ്ങളെയും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് ആർഗ്യുമെൻസ് ആണ്. ഞാനാണോ ശരി, നീയാണോ ശരി, എൻ്റെ വശമാണോ ശരി, നിൻ്റെ വശമാണോ ശരി. ഈ ഒരു ആർഗ്യുമെൻ്റ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് ജീവിത പങ്കാളികൾ രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഴ്ചകൾ എവിടെ നിന്നും ഉണ്ടാകാം.
അത്തരം വീഴ്ചകൾ സ്വയം അംഗീകരിക്കുന്നതാണ് കുടുംബത്തെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുക. ഇപ്പം മോട്ടർ ഓണാക്കി അത് ഓഫാക്കാൻ മറന്നുപോയി, വെള്ളം ഓവർഫ്ലോ ചെയ്തു. സ്ത്രീ ഭയങ്കരമായിട്ടും വികാരവരുതിയാകും. വെള്ളം ഇത്രയും പോയല്ലോ, ഇതാരാ ഈ മോട്ടർ ഓണാക്കിയതാരാ, ഞാനല്ല, ആരാണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രത ഈ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും. അത് ഇവിടെ ശരിതെറ്റുകളുടെ ഒരു പരിശോധനയല്ല, അതിനപ്പുറത്ത് ഈ തേപ്പ് പെട്ടി ഓണാക്കി വെച്ചിട്ട് ഓഫാക്കാതെ പോയതാരാണ്, ഗ്യാസ് ഓണാക്കിയിട്ട് ഓഫാക്കാതെ പോയതാരാണ്. അത് ഭാര്യയും ഭർത്താവും പരസ്പരം ഈ കുറ്റം അന്വേഷിച്ച് നടക്കുന്നതിന് അപ്പുറമായി ഇത്തരം സാഹചര്യങ്ങളിൽ യുക്തിപൂർവവും ബുദ്ധിപൂർവവും ഇടപെട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോയി, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് സ്വയം അതിന് മാപ്പന്വേഷിക്കുന്നതാണ് കുടുംബത്തെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുക. നമ്മളെ ന്യായീകരിക്കുന്നതല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ന്യായീകരണത്തിനപ്പുറത്തുള്ള വലിയ കാര്യമാണ് എൻ്റെ കുടുംബത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്, എൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ പൊതുവായ ഒരു സവിശേഷതയാണ് കെയർ ചെയ്യുക എന്ന് പറയുന്നത്. അവളത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും പുരുഷനെ കെയർ ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യം സ്ത്രീക്കുണ്ടാവും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, പുരുഷന് കെയർ ചെയ്യുന്നത് അവന് അല്പവും താല്പര്യമില്ല. അവന് താല്പര്യം അവൻ വിജയത്തിൽ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ നോക്കുക, രാവിലെ നിങ്ങൾ സിനിമകളൊക്കെ കണ്ടു കാണും. രാവിലെ കുളിച്ച് മുടിയൊക്കെ കെട്ടിവെച്ച് രാവിലെ കാപ്പിയുമായി ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഭർത്താവ് വളരെ സ്നേഹത്തോടൊരു സ്ത്രീയെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തുന്നത് നിങ്ങൾ കണ്ടു കാണും. സ്ത്രീക്കത് ഇഷ്ടമാണ്, സ്ത്രീയെ പ്രതീക്ഷിക്കുന്നു, അവൾക്ക് കെയർ ഇഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ച് തിരിച്ച് ഒരു അനുഭവമാണെന്ന് വരികിൽ ഭർത്താവ് താല്പര്യപ്പെടത്തില്ല, അവനത് താല്പര്യമില്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നോക്കിക്കൊള്ളുക, ഭാര്യയ്ക്ക് ഈ ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുക്കാൻ വലിയ താല്പര്യം കാണും, എല്ലാവർക്കും വിളമ്പി കൊടുക്കും. പക്ഷേ പുരുഷൻ അത് താല്പര്യപ്പെടുന്നില്ല. അവൻ തന്നെ ചെയ്യുന്ന പക്വതയുള്ള ആളാണെന്ന്, മുതിർന്ന ആളാണെന്ന് അവിടെ വലിയ വലിയ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വിളമ്പിക്കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടത്തില്ല. സ്ത്രീയുടെ സവിശേഷതയും പുരുഷൻ്റെ സവിശേഷതയും അതുകൊണ്ട് തന്നെ വളരെ വ്യത്യാസമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാം പരസ്പരം കമ്പയർ ചെയ്യരുത്, താരതമ്യപ്പെടുത്തരുതെന്നുള്ളതാണ്. ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് മിടുക്കനായിരിക്കും, ഭയങ്കര സമ്പന്നനായിരിക്കും. ഒരിക്കൽ പോലും പറയരുത് നിങ്ങളെ എന്തിനു കൊള്ളാം, എൻ്റെ ചേട്ടനെ നോക്ക് ഇങ്ങനെ ആണുങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയരുത്. എൻ്റെ അനിയനെ നോക്ക് എന്ത് നല്ല പെരുമാറ്റമാണെന്നറിയാമോ, അയൽവക്കക്കാരെ നോക്ക് എത്ര കല്യാണങ്ങൾ വന്നതാണ്, അവർക്ക് എത്ര സുഖമായി ജീവിക്കുന്നു എന്ന് സംസാരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയായി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ മേശയിൽ വിളമ്പിയത് സന്തോഷമായി ഭക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു മെച്ചവും ഉണ്ടാക്കത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിത പങ്കാളിയെ വളരെ കൃത്യതയോടുകൂടി നിങ്ങളിൽ നിന്നും അകറ്റിക്കളയും എന്നത് നാം തിരിച്ചറിയണം. പലപ്പോഴും ഈ താരതമ്യപ്പെടുത്തലിൻ്റെ മറ്റൊരു ഭാവമാണ് ഈ ഫോൺ വരുമ്പോൾ ശ്രദ്ധിച്ചോളുക. ചില ആളുകളുടെ ഫോൺ വരുമ്പോൾ ഈ ഭാര്യയ്ക്ക് അല്ലെ ഭർത്താവിന് അത് സംസാരിക്കുമ്പോഴത്തേക്കും വലിയ ഉത്സാഹമാണ്, വലിയ താല്പര്യമാണ്. ചില ആളുകളോട് വളരെ വലിയ താല്പര്യം, അത് ജീവിത പങ്കാളി അത് ആരായാലും, അത് ഭാര്യയായാലും ഭർത്താവായാലും അവർക്ക് അത് അലോസരമുണ്ടാക്കും. എന്താണ് ഇത്ര സന്തോഷിക്കാനുള്ളത് എന്ന തോന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. അത് സ്ത്രീയാണെന്ന് വരികിലും പുരുഷനാണെന്ന് വരികിലും പരസ്പരം കമ്പയർ ചെയ്യാതെ, താരതമ്യപ്പെടുത്താതെ, മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താതെ ഈ വ്യക്തിത്വത്തെ അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് സാധിക്കണം. മറ്റൊന്ന് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്ന ചില കൃത്യതയും വൃത്തിയും ഒക്കെയാണ്. നല്ല വസ്ത്രം ധരിച്ച് കാണാനാണ് ഒരു പുരുഷൻ ആഗ്രഹിക്കുക. തങ്ങളുടെ സ്ത്രീ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി വരുന്നത് അയാൾക്ക് താല്പര്യമില്ല തന്നെ. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് വരുന്നതാണ് പുരുഷൻ എപ്പോഴും ആഗ്രഹിക്കുക. രാത്രിയിൽ കിടക്കയിൽ ഒരുമിച്ച് വരുമ്പോൾ വൃത്തിയായിട്ട് ഭർത്താവിനോടൊപ്പം ആയിരിക്കുന്നതിലുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. അല്ലാത്ത ധാരാളം കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് അല്പം എക്സാജറേഷൻ ഇല്ലാതെ ഒരാൾ പറഞ്ഞതാണ്, യാതൊരു വൃത്തിയുമില്ലാതെ
ഏണ്ട് പൊതു കംഫർട്ട് സ്റ്റേഷൻ പോലെയാണ് അവൾ വന്ന് കൂടെ കിടക്കുന്നതെന്ന്, സഹിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത്തരം സാഹചര്യം ഉണ്ടാവരുത്. ജീവിതത്തിൻ്റെ ആരോഗ്യവും വൃത്തിയും ഒക്കെ സൂക്ഷിക്കുന്ന, നമ്മൾ വലിയ ധനാഢ്യരൊന്നും അല്ലെങ്കിലും സമ്പന്നരല്ലെങ്കിലും ഉള്ളത് ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ, ജീവിത പങ്കാളിയോടുള്ള അടുപ്പത്തിൻ്റെ ഒരു പ്രകടനം എന്ന നിലയിൽ പള്ളിയുടെ പെരുന്നാളിന് പോകുന്ന സന്തോഷത്തോടു കൂടി അവനോടുകൂടി ആയിരിക്കുന്ന സമയത്തൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിനുള്ള ശ്രദ്ധ സ്ത്രീക്കുണ്ടാവണം. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് കൂടെ വീട്ടിൽ പോകാനുള്ള താല്പര്യമാണ്. ഇത് പുരുഷൻ ആഗ്രഹിക്കുന്നില്ല. ഭാര്യ അവളുടെ വീട്ടിൽ പോകുന്നതിനെ ഒരു പുരുഷനും ആഗ്രഹിക്കുന്നില്ല. ഇനി കലഹിച്ചിരിക്കുന്ന സമയത്ത് പോലും ഭാര്യ പോകുന്നത് അവനിഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണെങ്കിൽ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള താല്പര്യം, നിങ്ങളുടെ വീട്ടുകാരുടെ താല്പര്യം മനസ്സ് സൂക്ഷിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള അടുപ്പത്തിന് അത് വിള്ളൽ വീഴ്ത്തും എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീടാണെന്ന്, അതാണ് ഇനി എൻ്റെ വീടെന്നുള്ള തിരിച്ചറിവിൽ നിൽക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഭർത്താവ് ചോദിക്കും, നീ നിൻ്റെ വീട്ടിൽ പോകുന്നില്ലേ, കുറച്ച് നാളായല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ ചില ശരിയായ പക്വതയില്ലാത്ത ജീവിത ചിന്തകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഒക്കെ കുടുംബങ്ങളിൽ നല്ല ഒരു അപ്പനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഒരു സ്ത്രീക്കുള്ളത്. നല്ല ഒരു പിതാവിനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് സ്ത്രീക്കുള്ളത്. നല്ല ഭർത്താവിനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് സ്ത്രീക്കുള്ളത്. എല്ലാ നിസ്സാര കാര്യങ്ങൾക്ക് മുഖം വീർപ്പിച്ച് പരാതി പറഞ്ഞ് അസ്വസ്ഥത പറഞ്ഞു നിൽക്കാതെ കുറച്ചുകൂടെ സന്തോഷമായി, കുറച്ചുകൂടെ ഹൃദ്യമായി, കുറച്ചുകൂടെ നന്മയിൽ ഈ കുടുംബത്തെ കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഓർക്കുക, ഏതൊരു കുടുംബത്തിലും മക്കളെ സംബന്ധിച്ചും ഭാര്യയെ സംബന്ധിച്ചും പ്രതിസന്ധിയിൽ ചേർത്ത് പിടിക്കുന്നതിന് ഒരു ഭർത്താവ്, ഒരപ്പൻ ആ വീടിന് വേണം. ആ അപ്പനെ രൂപപ്പെടുത്തുന്ന ഉത്തരവാദിത്തമാണ് ഒരു ഭാര്യയ്ക്കുള്ളത്. ഞാൻ അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ വായിച്ചു കേട്ടതാണ്. ബോബി ജോസഫിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, അവന് അപ്പൻ്റെ താരാട് പാട്ടിൽ അത് ഉറങ്ങുകയില്ല. അവൻ വല്ലാത്ത രോഗത്തിൻ്റെ വലിയ മൂർധന്യ അവസ്ഥയിലാണ്. ഡോക്ടർമാർ ചോദിച്ചു, ഞാനൊന്ന് പോയി താരാട്ട് പാടി അവനെ ഉറക്കട്ടെ. ഏത് മരുന്ന് കൊടുത്തിട്ട് ഉറങ്ങുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു, ഇല്ല, ICUയിൽ മറ്റ് രോഗികളുണ്ട്, അതൊക്കെ അസൗകര്യമാകും. അവൻ പക്ഷേ ഉറങ്ങുന്നില്ല എന്നുള്ള ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന്. ഈ പിതാവ് സ്നേഹത്തോടു കൂടി ഈ ഡോക്ടർ ഒരു ഉപകാരം ചെയ്യാമോ? അവനോട് പറയണം, അവൻ കിടക്കുന്ന കട്ടിനടുത്തൊരു ഭിത്തിയില്ലേ, ആ ഭിത്തിക്കപ്പുറത്ത് അവൻ്റെ അപ്പൻ നെഞ്ച് ചേർത്ത് നിൽപ്പുണ്ടെന്ന് പറയണം. ഡോക്ടറിന് പറയാം. ഡോക്ടർ പോയി പറഞ്ഞു, മോൻ്റെ അപ്പച്ചൻ ഈ ഭിത്തിക്ക് തൊട്ടപ്പുറത്ത് ഭിത്തിയോട് നെഞ്ച് ചേർത്ത് നിൽക്കുകയാണ്. നീ നെഞ്ച് ആ ഭിത്തിയോട് ചേർത്ത് വെച്ച് കിടക്കുന്നതിന് നിൻ്റെ അപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ വളരെ ആർത്തിയോടുകൂടി ഭിത്തിയോട് ചേർന്ന് കിടന്നു. എന്നിട്ട് പറയുകയാണ്, നടന്ന സംഭവമായിട്ടാണ് അച്ഛനത് സൂചിപ്പിച്ചത്. വെളുപ്പിന് 3 മണിക്ക് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴും ഈ അപ്പൻ നെഞ്ച് ഭിത്തിയോട് ചേർത്ത് വെച്ച് അവിടെ നിൽക്കുകയാണ്. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ചേർത്ത് പിടിക്കുന്നതിന് ഒരപ്പൻ, ഒരു ഭർത്താവ്, ഒരു കുടുംബത്തിന് വേണം. അത് രൂപപ്പെടുത്തിയെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ ഭാര്യയ്ക്കാണ്. എപ്പോഴും ഈ അപ്പൻ പിറകിൽ നിന്നാണ് വാരിപ്പിണരുന്നത്. പിറകിൽ നിന്ന് വാരിപ്പിണരുന്നത് കൊണ്ട് പലപ്പോഴും ഈ മക്കൾ ഈ അപ്പനെ കണ്ടു എന്ന് വരില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഹൃദ്യമായ ഒരനുഭവമായി നല്ല ഹൃദ്യമായൊരു കുടുംബാന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഈ അപ്പൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതിന് രൂപപ്പെടുത്തിയെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള അതിൻ്റെ പിന്തുണ കൊടുക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് പുരുഷൻ ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഏത് സംസ്കാരത്തിലും അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.